ഹലോ, ഇന്നൊരു ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 7:30 ആകുന്നതേ ഉള്ളൂ. വിൻ്റർ ആവാറായതുകൊണ്ട് താമസിച്ച് നേരം വിളക്കും, നേരത്തെ സന്ധ്യയാവും. അതാണ് അവസ്ഥ. ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചതിനകത്ത് തന്നെ ഒരു കുറച്ച് സോയ സോസും കൂടെ ചേർത്തിട്ട് ഇവിടെ വെക്കുകയാണ്. ഇനി ചായ കുടിച്ചിട്ട് ബാക്കി പണിയാം. സുപ്രഭാതം പെട്ടിപ്പിളർന്ന് എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടല്ല നല്ല ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് എണ്ണക്കുപ്പി എടുത്തു വെക്കാൻ മറന്നുപോയി. കാരണം ഇത് ഉറച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഹീറ്ററിൻ്റെ ചൂട് വരുന്നിടത്ത് കൊണ്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉരുകി കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ മേലെ കഴുകി അടുക്കി വെക്കുകയാണ് ചെയ്യുക. 2 എണ്ണം എനിക്ക് ബാക്കി വന്നു. അത് വെക്കാനും കൂടെ പറ്റുമായിരുന്നു ഞാൻ വെച്ചേനെ. ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കാനായിട്ട് മടിയായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്താ കഴിക്കാൻ ഉണ്ടാക്കുക എന്നുള്ള ആലോചനയിലാണ് കേട്ടോ. ഇന്നലത്തെ കടലക്കറി കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഉണ്ടാക്കണേന്ന് ആദ്യം ചോദിച്ചതിന് മറുപടി ആയിട്ടാണ് ചെറിയൊരു ഉപദേശം കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ വെളുത്തുള്ളി ഇത്രയും വലുതാണ്. സാധാരണ ചെറിയ വെളുത്തുള്ളിക്ക് ആ ടേസ്റ്റ് കൂടുതലെന്ന് പറയും. പക്ഷേ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ചിക്കൻ വറുത്തപ്പോൾ എന്നാ വിചാരിച്ചു കുറച്ച് ചൗമീൻ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സവാളയും വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു വിട്ടു. എണ്ണ കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പം അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് തായ് ചില്ലി സോസും കൂടെ ഒഴിച്ച് അതൊരു സോസ് പോലെ ആക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നൂഡിൽസിലേക്ക് ചെറിയൊരു ഉപ്പിട്ട് അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്ത് അത് ഇതിലേക്ക് ചേർത്താൽ മതി. സംഭവം റെഡിയാവും. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ച് ചേർത്താൽ മതി. കാരണം സോയ സോസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പുണ്ട്. എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പഴയ ഒരു കാര്യം ഓർമ്മ വരും കേട്ടോ. പണ്ട് നമ്മുടെ 5 രൂപയുടെ മാഗി കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ 3 പിള്ളേരും കൂടി കഴിക്കണം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോറും കൂടി അതിൻ്റെ കൂടെ ഇടും. അപ്പം മാഗി മസാലയുടെ ടേസ്റ്റ് എല്ലാം കൂടി ആ ചോറിനകത്തേക്കും കൂടെ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് എല്ലാവർക്കും അപ്പം തികയുകയും ചെയ്യും. അപ്പം നമ്മുടെ നൂഡിൽസ് ഒക്കെ വെന്ത് റെഡിയായിട്ട് വരുമ്പം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഈ ഒരു സോസിലേക്ക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചൗമീൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ബീൻസോ ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഇത് നമുക്ക് വിശന്നത് കൊണ്ട് പെട്ടെന്ന് ശരിയാക്കി കഴിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയത് ഫുൾ ഡേ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.